ഒരു വാഹനത്തിൽ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്തെല്ലാമാണ്? സ്റ്റാർവിസ് 2 അല്ലെങ്കിൽ 4K വീഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരുപാട് ടൈപ്പ് ഡാഷ് ക്യാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഈ ഡാഷ് ക്യാമിൻ്റെ ഉപയോഗം? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡാഷ് ക്യാം വാങ്ങാൻ വേണ്ടി പോവാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഡാഷ് ക്യാം കൊണ്ട് നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ? കാരണം പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടോ, ഇതിൽ സ്റ്റാർവിസ് ഉണ്ടോ, സ്റ്റാർവിസ് 2 ആണോ, സോണിയുടെ സെൻസർ ആണോ, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ, അത് സോണിയുടെയൊക്കെ ക്യാമറ വരുന്ന മോഡലാണ്, 100 മെഗാ പിക്സൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ക്യാമിൻ്റെ കൃത്യമായിട്ടുള്ള പർപ്പസ് എന്താണ്? അഥവാ 50,000, 60,000, 70,000 രൂപയുടെയൊക്കെ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ MRP വരുന്ന മോഡൽ ഡാഷ് ക്യാം ഒരു കസ്റ്റമർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 25,000 രൂപയുടെ ഡാഷ് ക്യാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ കുറഞ്ഞ മോഡൽസ് 5,000 സംതിങ് രൂപയുടെ ഡാഷ് ക്യാം ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഡാഷ് ക്യാമിൻ്റെ പർപ്പസ്? എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് ചോദിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. ശരിയാണല്ലോ, എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ഡാഷ് ക്യാം ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ്? ഇതൊരു ഷോയ്ക്ക് വെക്കുന്ന ഒരു കാര്യമാണോ? ചില കമ്പനിക്കാർ ഡാഷ് ക്യാം കൊടുക്കുന്നുണ്ട്, അതായത് ഫ്രണ്ടും ഇൻസൈഡും കൊടുക്കുന്നുണ്ട്, ബാക്ക് സൈഡ് കൊടുക്കുന്നില്ല. ഒരു വാഹനത്തിൽ ഡാഷ് ക്യാം അത്യാവശ്യമാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വേറൊരാൾ നമ്മുടെ വാഹനത്തിൽ വന്ന് കയറിയാലും നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറിയാലും നമുക്കൊരു തെളിവ് അത് അത്യാവശ്യമാണ്. അതിന് 3 ഡാഷ് ക്യാം ഉള്ള മോഡലുണ്ട്, 4 ഡാഷ് ക്യാം മോഡലുണ്ട്. ഏത് മോഡൽ വാങ്ങണം? അങ്ങനെ ഒരു സംശയം വരുമ്പോൾ ഞാൻ പറയും, ഫ്രണ്ടും ബാക്കും റെക്കോർഡ് ചെയ്യുന്ന മോഡൽസ് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചിരിക്കണം. ഒരുപാട് ടൈപ്പ് അവൈലബിൾ ആണ്. നമ്മുടെ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഒരുപാട് ഓൺലൈൻ മീഡിയാസിൽ ഇഷ്ടം പോലെ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാനും 2-3 പ്രോഡക്റ്റ്സ് കാണിക്കുന്നുണ്ട്, ചെയ്തിട്ടുമുണ്ട്. എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത്, കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഉറപ്പ് വരുത്തി മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ള 2-3 പ്രോഡക്റ്റ്സിൽ ഒന്നാണ് ഞാൻ ഈ കാണിക്കുന്ന ടൊറീറ്റോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് 2Kയും ബാക്ക് ഫുൾ HD. നോർമൽ ആവശ്യം, ഒരു സാധാരണ ഒരു ബഡ്ജറ്റ് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാം ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം സ്പോട്ടിൽ നമുക്ക് അതിൽ നിന്ന് ഫുട്ടേജ് എടുക്കാൻ പറ്റണം. അല്ലാതെ ഭയങ്കര വലിയ സെൻസറും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ടായിട്ട് കാര്യം നടക്കാതെ വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. പിന്നെ ആമസോണിൽ നിന്നൊക്കെ ഭയങ്കര വില കുറച്ച് കിട്ടുന്ന കുറേ മോഡൽസ് ഉണ്ട്. 2,000 രൂപയ്ക്കും 3,000 രൂപയ്ക്കൊക്കെ കിട്ടുന്ന മോഡൽസ് ഉണ്ട്. ആരെ വിശ്വസിച്ച് നിങ്ങളിത് എടുക്കും? ഇപ്പം ഈ പറഞ്ഞൊരു ഡാഷ് ക്യാം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ 1 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ 1 വർഷം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, എന്നെ വിളിക്കാം, ഇന്ന പോലെ ഇതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ട്, മാറി തരണം. യെസ്, കിട്ടും. അന്നേരം സ്പോട്ടിൽ തന്നെ നമുക്കത് മാറി കിട്ടും. പക്ഷേ നിങ്ങൾ ആമസോണിൽ നിന്ന് വല്ലതും മേടിക്കുകയാണെങ്കിൽ, ഞാനൊക്കെ ഒരുപാട് പ്രോഡക്റ്റ്സ് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ച് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം ഏൽക്കും? ആരുമില്ല, സ്വന്തമായിട്ട് സഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റേറ്റ് കുറയുമ്പോൾ നമ്മൾ ഓർക്കണം അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്നാൽ നല്ല മോഡൽസ് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുകയാണെങ്കിൽ അതും അടിപൊളി തന്നെയാണ്. കാരണം ഈ പറഞ്ഞൊരു മോഡൽ 10,500 രൂപ വിലയുണ്ട്. എന്നാൽ ഇത്രയും വില കുറച്ച് എങ്ങനെ തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിലൊക്കെ മാർജിൻ കളി ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. അതും ഞാൻ എടുത്ത് പറയുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഡാഷ് ക്യാം? ഏറ്റവും മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി സൈഡ് തന്നെയാണ്. കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ അവരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണോ നമുക്കറിയാം. സാധാരണ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ഓടിക്കൂടുന്നവർ പറയുന്നതാണ് ന്യായം, അത് അവൻ്റെ പ്രശ്നം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലൊന്നും വാസ്തവം ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ അന്നേരം നമ്മുടെ ഫോൺ എടുത്ത് ഈ ഡാഷ് ക്യാമിൻ്റെ വീഡിയോസ് നമുക്ക് ഈ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും കാണിക്കാം. ഇത് കണ്ടോ, ഞാൻ കുറ്റക്കാരനല്ല, ഇവൻ വന്ന് എൻ്റെ വാഹനത്തിലോട്ട് കയറിയതാണ്, കണ്ടോ എന്ന് ചോദിക്കാൻ സാധിക്കും. ഇതാണ് ഒരു ഡാഷ് ക്യാമിൻ്റെ മെയിൻ പർപ്പസ്. അല്ലാതെ സിനിമ പിടിക്കാനോ അല്ലാതെ നമ്മളൊരു ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാനോ കാര്യങ്ങൾക്കൊന്നും അല്ല ഒരു ഡാഷ് ക്യാം എടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ 4Kയും സ്റ്റാർവിസ് 2ഉം മറ്റതും മറിച്ചതും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 4K ഡാഷ് ക്യാമറയുടെ ആണെങ്കിലും സ്റ്റാർവിസ് 2യുടെ മോഡലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തിന് അത്രയും ഏറെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് അറിയണം. കാരണം പലരും ഞാൻ ഈ ഡാഷ് ക്യാമിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കും, സ്റ്റാർവിസ് ഉണ്ടോ, 4K ആണോ? അങ്ങനത്തെ മോഡൽസ് അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസ് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയും വിലയുണ്ടോ? ശരിക്കും ഇത്രയും വില മുടക്കി നിങ്ങൾ എടുക്കേണ്ട കാര്യമുണ്ടോ? കാശുള്ളവനാകാം, എന്നാൽ ഒരു ബഡ്ജറ്റ് ഡാഷ് ക്യാം എടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്ക് ഈ സ്റ്റാർവിസ് 2ഓ മറ്റതോ മറിച്ചതോ ഒന്നും വേണ്ട. ഒരു നോർമൽ റെക്കോർഡിംഗ്, നൈറ്റ് വിഷൻ വരുന്ന ഒരു നോർമൽ റെക്കോർഡിംഗ് ക്യാമറ തന്നെ ധാരാളം. അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോണം. ഡാഷ് ക്യാം ഇല്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചോണം, നിങ്ങളൊരു ഡാഷ് ക്യാം വാങ്ങി വെച്ചോണം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡാഷ് ക്യാം മേടിക്കുക, പക്ഷേ അതുകൊണ്ട് ഉപകാരമുള്ള ടൈപ്പ് തന്നെ മേടിച്ചു വയ്ക്കുക. അല്ലാതെ ഫ്രണ്ട് മാത്രം കാണുന്നത് മതി, ബാക്കിലത്തെ വേണ്ട എന്ന് ചിന്തിക്കരുത്.
വാഹനത്തിൽ ഡാഷ് ക്യാം ഉറപ്പായിട്ടും വെച്ചോണം, ഫ്രണ്ടും ബാക്കും. കാരണം അതിൻ്റെ പർപ്പസ് നിങ്ങൾ ഇപ്പോൾ അറിയത്തില്ല. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയും പെട്ടെന്ന് ഒരു ഡാഷ് ക്യാം വാങ്ങി വെച്ചോണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ പുറകിൽ ഒരാൾ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ കൊണ്ട് ഇടിച്ചെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് അത് ചോദിക്കാൻ സാധിക്കും, എടാ നീ എന്തിനാ എൻ്റെ വണ്ടിയുടെ പുറകെ കൊണ്ട് ഇടിച്ചത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനം ഒരു വാഗണാറാണ്, അതിൽ 70 MID ആണ് വെച്ചിരിക്കുന്നത്. 70 MID കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വാഹനം കൊണ്ടിങ്ങനെ പാർക്ക് ചെയ്ത സമയത്ത് ഒരു വ്യക്തി വന്ന് പുറയിലിടിച്ചു. എനിക്ക് ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് നോക്കിയെടുക്കാൻ സാധിച്ചു. ഇന്ന ഓട്ടോക്കാരനാണ്, പുള്ളിയെ വിളിച്ച് ചോദിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറഞ്ഞപ്പോൾ അയാൾ അവിടെ വന്നു, സ്റ്റേഷനിലെത്തി. ഈ സമയത്ത് ഒരു ഡാഷ് ക്യാം ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഡാഷ് ക്യാം ഈ ഒരു പർപ്പസിനാണ്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിക്കാണ്, അല്ലാതെ സിനിമ പിടിക്കാനോ അല്ലാതെ ഭയങ്കര വലിയ ക്ലാരിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ അല്ല. പക്ഷേ ചില ആൾക്കാരുണ്ട്, യാത്രയൊക്കെ ചെയ്യുന്ന വ്ളോഗുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ആൾക്കാർക്ക് 100% ഇതൊരു 4K ഔട്ട്പുട്ട് സ്റ്റാർ വിസ് ഒക്കെ ഉള്ള മോഡൽസ് എടുക്കാം. എന്നാൽ സാധാരണ വ്യക്തികൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു ഡാഷ് ക്യാം ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി മാത്രം, എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് വെക്കാനുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോണിലൂടെ എടുത്ത് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഡാഷ് ക്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി പർപ്പസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അറിയാൻ മേലാത്തവർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തിൻ്റെ വാഹനത്തിൽ ഡാഷ് ക്യാം ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അവരുടെ ഡാഷ് ക്യാം മേടിച്ച് വെക്കാൻ പറയുക. എൻ്റെ കയ്യിലുള്ള ടൊറീറ്റോ എന്ന് പറഞ്ഞ മോഡലിൻ്റെ ബഡ്ജറ്റ് ഡാഷ് ക്യാം അവൈലബിൾ ആണ്. അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്കൊരു മെസ്സേജ് ഇടുക. സാധനം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.